മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാവട്ടെ മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് നല്ലപിള്ള ചമഞ്ഞും കമലേശ്വരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അഭിനയിക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ഈ സമയം മഞ്ജു ആവട്ടെ അവളുടെ സകല ദേഷ്യങ്ങളും ഉണ്ണിയോടും ദുർഗയോടുമായിട്ട് തീർക്കുന്നുണ്ട്. തുടർന്ന് കമലേശ്വരത്തിലെത്തുന്ന കരുണയോട് വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ദുർഗ പെരുമാറുന്നത്. നിന്നെ ഇവിടെ നിന്നും തല്ലി ഇറക്കി വിട്ടതല്ലേടി, പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? നീയും നിന്റെ ഭർത്താവും കാരണം കൊണ്ട് കുറ്റവാളിയായിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. എന്റെ മോള് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മഞ്ജു അങ്ങോട്ട് വരികയാണ്. അമ്മയ്ക്ക് ഇവളെ വീട്ടിനകത്തേക്ക് കയറ്റാതിരിക്കാൻ കയറ്റാൻ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുമ്പോഴേക്കും കണ്ണനും അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ കണ്ണന്റെ മുന്നിൽ അഭിനയിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. മഞ്ജു പറയുന്നുണ്ട്, ഏട്ടാ ഇവളെ ഇവിടെ നിന്ന് വിട്ടയക്ക്, ആട്ടി പുറത്താക്ക്, അല്ലെങ്കിൽ ആ കിടക്കുന്നവരുണ്ടല്ലോ വീണ്ടും ഇവിടെയും കൂട്ടുപിടിച്ച് ഓരോന്നും ചെയ്യും. അല്ലെങ്കിലും അവന് സഹായമൊന്നും വേണ്ട, അവൻ നന്നാവില്ല ഏട്ടാ. ഞാൻ അവനോട് സംസാരിച്ചിരുന്നു, ഇനിയും അവൻ അവസരം കിട്ടാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. എനിക്കൊരു അപേക്ഷയുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരരുത് എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ വേഗം തന്നെ കരുണയാവട്ടെ അവളുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇനി എന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകില്ല. ഞാൻ ഈ AC-യിൽ വിഷവാതകം നിറയ്ക്കുന്ന സമയത്ത് വേണ്ട വേണ്ട എന്ന് ഉണ്ണിയേട്ടനോട് പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. ഇനി ഒന്നും ചെയ്യണ്ട എന്നും നിങ്ങൾക്കൊക്കെ ദൈവത്തിന്റെ പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഉണ്ണിയേട്ടൻ കേൾക്കാതെയാണ് ഓരോന്ന് കാണിച്ചു വെച്ചതെന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ടാണോടി നീ മിണ്ടാതിരുന്നത്? അപ്പൊ പിന്നെ എന്നെയും കണ്ണനെയോ മറ്റാരെയെങ്കിലും ഈ വിവരം അറിയിക്കേണ്ടേ എന്നൊക്കെ ദുർഗ ചോദിക്കുമ്പോൾ, എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല, എന്നെ വിശ്വസിക്കണം. ഇനിയും ഞാൻ മാറിയില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. കണ്ണേട്ടാ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവളുടെ നാടകത്തിന്റെ ആദ്യത്തെ ഘട്ടം പുറത്തെടുക്കുകയാണ്. അങ്ങനെ കണ്ണന്റെ കാല് പിടിച്ച് കരയുന്നുണ്ട്. താൻ ഒരിക്കലും ഇനി തെറ്റ് ചെയ്യില്ല എന്നും നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്നും ദൈവത്തിന്റെ ശക്തി കൂടെയുള്ള നിങ്ങളെ ഇനി കൊല്ലാൻ നോക്കിയാൽ തിരിച്ചടി കിട്ടാവുന്നത് ഞങ്ങൾക്ക് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയണം. കണ്ണേട്ടൻ എന്നെ കൈവിടരുത്, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. കണ്ണേട്ടന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ തൊഴുത് നിൽക്കുകയാണ് കണ്ണന്റെ മുന്നിൽ. കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു കാരണവശാലും അവൾ ഇങ്ങനെ ചെയ്യില്ല. അതായത് കാല് പിടിക്കുക എന്നത് കരുണയെ സംബന്ധിച്ച് മരിക്കുന്നതിന് തുല്യമാണ്. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കാല് പിടിക്കുന്നത് അവൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഇത് കാണുമ്പോൾ ദുർഗയും മഞ്ജുവും ആകെ ഷോക്കാവുന്നു. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഇതൊക്കെ അവളുടെ പൂവും കണ്ണീരും അഭിനയവുമാണ്. ഇപ്പൊ മുത്തശ്ശിയുടെ അടുത്ത് നല്ല ഏട്ട വന്നിരിക്കുന്നത്, അതുകൊണ്ടേ അവൾ അഭിനയിക്കുന്നതാ, ഇതൊന്നും വിശ്വസിക്കണ്ട പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്. ഏട്ടനും ഏട്ടത്തിയും നല്ല മനസ്സുള്ളവരായതുകൊണ്ടാ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും കൂടെ നിർത്തുന്നത്. എന്റെ വാക്ക് കേക്ക് ഏട്ടാ, കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഇവര് കുഞ്ഞിനെ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ കണ്ണനെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഈ സമയം ദുർഗ പറയുന്നുണ്ട്, മഞ്ജു മോളെ നീ എന്നെ മനസ്സിലാക്കണം. കണ്ണന് ഞാൻ മാറിയെന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നീ കൂടിയും ഈ അമ്മയെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഒരിക്കലും ഞാൻ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങളെ ആരെയും കണ്ണേട്ടനും മഹാലക്ഷ്മിയെടുത്ത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ മഞ്ജുവിനോട് കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജു തൽക്കാലം നമുക്കിപ്പോ ക്ഷമിക്കാം, പക്ഷെ ആ കിടക്കുന്നവൻ എഴുന്നേറ്റ് തുടങ്ങിയാൽ ഞാൻ പല കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇനിയും അവൻ പല പ്രവർത്തികൾ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോലും ഞാൻ അവനെ പുറത്താക്കും. പിന്നെ കരുണേ, നിനക്ക് ഒരു അവസരം കൂടി തരാം. നിന്റെ ഭർത്താവിന്റെ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കാതെ നീ നല്ലവളാവുന്നതായിരിക്കും നല്ലത്. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് കടനാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഇപ്പൊ ആ പോയ ആളുടെ മനസ്സിന്റെ വലിപ്പമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്, പക്ഷെ നിങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല, അതെനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അവൾ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ദുർഗ കരുണയോട് പറയാണ്, സമാധാനമായോടി നിനക്കൊക്കെ? എന്നെ കൊണ്ട് നല്ലത് ചെയ്യാനും നിങ്ങൾ ആരും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കരുണയാവട്ടെ ഉണ്ണിക്കരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വരെ കിടന്നോ? താഴെ നിങ്ങളുടെ ഏട്ടൻ നിങ്ങൾക്ക് നേരെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ, എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. ഇപ്പോ അവൾ വന്ന് പറഞ്ഞിട്ട് പോയതാ എനിക്ക് അയാൾ തരുന്ന ശമ്പളം മുടക്കുമെന്നൊക്കെ. ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് കരുണ പറയുകയാണ്. നീ എന്ത് വഴി? ഞാൻ നല്ലവളായിട്ട് മാറി അഭിനയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, നല്ലവളായിട്ട് അഭിനയിച്ചാൽ നല്ലത്, പക്ഷെ മുഴുവനായിട്ട് മാറാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ കളിയാക്കുകയാണ്. ഇല്ല, അവസരം പാർത്ത് ഞാനും ഇരിക്കുകയാണ്. ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും കുഞ്ഞിനെയും ഞാൻ വകവരുത്തുമെന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിക്ക് മനസ്സിലാവുകയാണ് കരുണ മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് നല്ല ഫോമിലാണ് എത്തിയിരിക്കുന്നതെന്ന്. തുടർന്ന് കാണിക്കുന്നത് പ്രതാപനും വാമദേവനും ജയിൽ മോചിതരായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് അവരാണെങ്കിൽ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി ദുഷ്ടക്കൂട്ടങ്ങളുടെ ഒരു കളി തന്നെയായിരിക്കും. അപ്പോൾ കരുണയ്ക്ക് ഇരട്ടി ശക്തി തന്നെയാണ് പ്രതാപിൽ നിന്ന് കിട്ടാനും പോകുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.